പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ, നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവ് സഹായിക്കണം, വാക്കുകളെ തരണം, ധ്യാനിക്കാനുള്ള വിഷയങ്ങൾ കർത്താവ് തന്നെ തരണം. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒരു നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കാനും യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിച്ച് സ്വീകരിച്ച് കർത്താവെ അവനിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് നീ ഞങ്ങളെ ഉയർത്തിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കണമേ. ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരുണ്ടാകണമേ. കേൾവിൽക്കാരിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. മാറ്റങ്ങളെ വരുത്തണമേ. അത് ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ശക്തമായ വാക്കുകളായിരിക്കണം. നീ തന്നെ തരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ എഫേസസ് ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം മുതൽ നമുക്ക് ധ്യാനിക്കാം. 26-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഏതാണ്ട് കോപിക്കാനുള്ള ഒരു അനുവാദം തരുന്നത് പോലാണ് നമ്മൾ കാണുന്നത്. കോപിക്കാമോ? കോപിക്കാം എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ദൈവം തന്നെ ചിലപ്പോൾ കോപിക്കുന്നുണ്ട്. തെറ്റിനെതിരെ കോപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് കോപിക്കാം. എന്നാൽ എല്ലാത്തിനും നമ്മുടെ സഹോദരങ്ങളോടൊക്കെ കോപിച്ചുകൊണ്ടിരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് വാചകം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ കോപം നമ്മളെ വലിയ പാപത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ കായേലിൻ്റെ ഹാബേലിൻ്റെ കാര്യത്തിൽ. കായേലിന് ആബേലിനോട് അസൂയയുണ്ടായി, കോപവും ഉണ്ടായി. ഇവനെ ഇല്ലാതാക്കണം എന്ന് കായേൽ വിചാരിക്കുകയാണ്. അപ്പോൾ അവനുണ്ടായ കോപവും അസൂയയും ഹാബേലിനെ കൊല്ലുവാൻ കാരണമായി തീർന്നു. പാപം ചെയ്യരുത് കോപിച്ചാൽ എന്നാണ് ഈ വാചകത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. രാവിലെ ഒരു കോപം ഉണ്ടായി ഒരാളോട് എന്ന് വിചാരിച്ച് അതങ്ങ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അതിനൊരു റീകൺസിലേഷൻ, യോജിപ്പ്, രമ്യത വരുത്തി സഹോദരനുമായിട്ട് സമാധാനത്തിലായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് വെച്ചുകൊണ്ട് ഇരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് നീണ്ടുകൊണ്ട് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല സാൻമാർഗിക ജീവിതത്തിന് വേണ്ടിയുള്ള പുതിയ ഒരു പ്രേരക ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ക്രിസ്തുവിൽ സഹോദരർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരോടും ആദരവ് കാണിക്കണം. കോപത്തെക്കുറിച്ച് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 37:8. കോപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക. അതുകൊണ്ട് എപ്പോഴും കോപിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. കോപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക. അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഇതാണ് ദാവീദ് പ്രവാചകൻ, രാജാവ് നമ്മളോട് പറയുന്നത്. സുഭാഷിതങ്ങൾ 14:17 പറയുന്നു, ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. അപ്പോൾ ക്ഷമാശീലം ഒരാളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ബുദ്ധിമാനാണെന്ന് തിരിച്ചിങ്ങനെയും ചിന്തിക്കാം നമുക്ക്. ബുദ്ധിമാൻ, അവൻ ക്ഷമാശീലനാണ്, അങ്ങ് കോപിച്ചുകൊണ്ടിരിക്കുകയല്ല. നമുക്ക് ചിലപ്പം തോന്നും പ്രതികാരം ചെയ്യേണ്ടതല്ലേ, അതല്ലേ നീതി ന്യായം എന്നൊക്കെ നമുക്ക് തോന്നും. നീതി ന്യായം അതൊക്കെ ആയിരിക്കാം. പക്ഷെങ്കിൽ ഈ പ്രതികാരം എന്ന് പറയുന്നത് കർത്താവിനുള്ളതാണ്. അത് കർത്താവ് ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയല്ല പ്രതികാരം. കർത്താവ് തന്നെ പറയുന്നു, പ്രതികാരം എൻ്റേതാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതികാരം ചെയ്യണ്ട. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്തോളും. കർത്താവ് പകരം വീട്ടും. ഹെബ്രായ ലേഖനം 10:31 പറയുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ്. ക്ഷമയുടെ പാഠമാണ്
യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചല്ലോ, കർത്തൃ പ്രാർത്ഥന. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 11:25, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവീൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ആത്മശോധന, ആർക്കെങ്കിലും എന്നോട് കോപമുണ്ടോ, ഒരു വിരോധമുണ്ടോ, അവരോട് നമ്മൾ യോജിപ്പിൽ എത്തണം. ക്ഷമിക്കേണ്ടതെല്ലാം അങ്ങ് ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളോടും ക്ഷമിക്കും. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പത്രോസിന് ഒരു സംശയം ഉണ്ടായി. യേശുവിനോട് ചോദിച്ചു. കർത്താവായ യേശു ക്ഷമയെക്കുറിച്ച് ധാരാളം പഠിപ്പിച്ചു. ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ പത്രോസ് ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത്? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പത്രോസ് 7 പ്രാവശ്യമോ എന്ന് ചോദിക്കാൻ കാരണം, യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു രീതിയുണ്ട്, 7 പ്രാവശ്യം ക്ഷമിക്കുക. 8ാമത് വീണ്ടും അങ്ങ് തെറ്റ് ചെയ്യുവാണെങ്കിൽ ക്ഷമിക്കണ്ട എന്നുള്ളൊരു സൂചനയാണ്. 7 പ്രാവശ്യം ക്ഷമിക്കുക. ഞാൻ 7 പ്രാവശ്യമാണോ ക്ഷമിക്കേണ്ടതെന്ന് പത്രോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ വാചകം 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സാധാരണ അർത്ഥത്തിൽ നമ്മൾക്കത് മനസ്സിലാകുന്നില്ല. 70 എന്ന് പറഞ്ഞാൽ, 7 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, പൂർണ്ണത എന്നുള്ള കാണിക്കുന്ന അർത്ഥമുണ്ട്. കർത്താവ് യേശു എന്താണ് പൂർണ്ണമായിട്ടും അർത്ഥമാക്കിയത് എന്ന് നമ്മൾ വ്യക്തമാകുന്നില്ല, എങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 7 × 7 70, 490 ആകും. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. കാര്യം ഇതൊരളവില്ലാതെ ക്ഷമിക്കാനാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം. 7⁻70 എന്നാണെങ്കിൽ അത് വലിയൊരു സംഖ്യയാണ്. 1435 എന്ന് എഴുതിയിട്ട് 56 പൂജ്യം കൂടെ വലത്തുവശത്ത് ഇടാമെങ്കിൽ ഉണ്ടാകുന്ന സംഖ്യയ്ക്കാണ് 7⁻70 7⁻70 എന്ന് പറയുന്നത്. ഇനി അതാണോ കർത്താവ് ഉദ്ദേശിച്ചത്? എങ്കിലത് വലിയൊരു സംഖ്യയാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഓരോ ദിവസവും നമ്മോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട്, വ്യക്തിയോട് ഓരോ സെക്കൻഡിലും 10 അല്ലെങ്കിൽ 12 പ്രാവശ്യം വെച്ച് ക്ഷമിക്കണം എന്നാണ് കണക്ക് കാണിക്കുന്നത്. അടുത്ത വാചകത്തിലോട്ട് പ്രവേശിക്കാം. 27, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അല്ലാതെ തന്നെ സാത്താൻ ഇങ്ങോട്ട് അവസരം കണ്ടുപിടിച്ചുകൊണ്ട് വരും. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താനാണെങ്കിൽ മനുഷ്യരെ ആക്രമിക്കാൻ അവസരം തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില ദൃഷ്ടാന്തങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. മഗ്ദലേന മറിയത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു. ആരാണ് മഗ്ദലേനക്കാരി മറിയം? മഗ്ദലേനക്കാരി മറിയം എന്ന് പറഞ്ഞാൽ മഗ്ദലേന നാട് അവിടുത്തുകാരിയാണ്. പക്ഷേ അവളിൽ 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളാണ് ഈ മഗ്ദലേനക്കാരി മറിയം. അപ്പോൾ 7 ദുഷ്ടാത്മാക്കൾ അവളിൽ പ്രവേശിച്ചിരുന്നു എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു. 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും എന്നാണ് ഈ മഗ്ദലേനക്കാരി മറിയത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ആ മറിയം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബൈബിളിൽ വ്യക്തമായി കാണാം. വേറൊന്ന് നമ്മൾ കാണുന്നത്
ഗരസേനാ ദേശത്ത് യേശു ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഓടിയിങ്ങ് വന്നു. പിശാചിനെ പുറത്താക്കി തരണമെന്നും പറഞ്ഞുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 8:30 പറയുന്നു, യേശു അവനോട് നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ലെഗിയോൻ എന്ന് അവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പേരെന്തുവാന്ന് ഇവനോട് ചോദിച്ചതാണ്. അപ്പം അവൻ പറയുന്നത് ലെഗിയോൻ. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക സൈന്യ വിഭാഗമാണ്. അപ്പോൾ 1-2 പേരൊന്നുമല്ല, എണ്ണം വയ്യ, അത്രമാത്രം വലിയ സംഖ്യ ഇവനിലോട്ട് പാളയമടിച്ചിരിക്കുക. ഒരിക്കലും ഒരാളുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. അവൻ പക്ഷെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ആ വീടങ്ങ് അടിച്ചു വാരി സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ലൂക്കോയുടെ സുവിശേഷം 11:26 അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ചു വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ഈ ഒരു ദുഷ്ടാത്മാവ് പോയിട്ട് അവനെ കൊണ്ടൊക്കുന്നില്ല. ഇപ്പോൾ എല്ലാം വൃത്തിയായിട്ട് കിടക്കുക, സജ്ജീകരിച്ച് ഭംഗിയാക്കി വച്ചിരിക്കുക. അവന് കയറാൻ തന്നെ ഒക്കുന്നില്ല. അവൻ പോയി അവനേക്കാൾ ദുഷ്ടരായ 7 ദുഷ്ടാത്മാക്കളെ കൂടെ കൊണ്ടുവന്ന് ഇവൻ്റെ അത് കയറി അങ്ങ് താമസിക്കുക. അപ്പോൾ ഇവൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. ചിലരുടെ ഹൃദയത്തിൽ, ചിലരുടെ ശരീരത്തിലെ അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ മതി. യേശു എന്നുള്ള പേര് കേൾക്കുമ്പോഴേ പിശാചിന് പേടിയാകും, ഇറങ്ങിപ്പോകും. പക്ഷെ പിന്നെയും ശ്രദ്ധിക്കണം. അടിച്ചുവാരി തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കാമെന്നൊന്ന് വിചാരിച്ചിരുന്നാൽ മാത്രം പോരാ, ഇവൻ കയറാതെ പിന്നെയും സൂക്ഷിക്കണം. കയറാൻ അവൻ തന്ത്രം പ്രയോഗിക്കും. 7 പേരെ കൂടെ അവൻ കൊണ്ടുവരും. ആദ്യത്തേതിനെക്കാട്ടിൽ സ്ഥിതി മോശമാകുവാൻ ഇടയാക്കരുത്. പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ യൂദാസ്കറിയായത്തായിലെ ഈ സാത്താൻ കയറിയത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-3 12 പേരിൽ ഒരുവനായ യൂദാസ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനിൽ സാത്താൻ പ്രവേശിച്ചു. സന്ദർഭം നമുക്കറിയാം. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ സാത്താൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്ത്യത്താഴ സമയത്ത് അപ്പമെടുത്ത് വീഞ്ഞിൽ മുക്കി അവന് കൊടുത്തിട്ട്, എന്നോടുകൂടി അപ്പം ഭക്ഷിക്കുന്നവൻ, ഞാൻ ആർക്ക് അപ്പം എടുത്ത് കൊടുക്കുന്നു അവൻ തന്നെയാണെന്ന് സൂചിപ്പിച്ചു, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ. എന്നിട്ട് അവനാ കൊടുത്തത്, യൂദാസിനാ കൊടുത്തത്. നമ്മൾ വായിക്കുന്നു, അവനിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ അന്നേരം തന്നെ എഴുന്നേറ്റ് ഇരുട്ടിലേക്ക് അങ്ങ് പോയി. നീ ചെയ്യുന്നത് വേഗം ചെയ്യുക എന്ന് യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാം നിവൃത്തിയാകട്ടെ എന്നുള്ളൊരു ഇതിലാണ്, അല്ല അവന് അനുവാദം കൊടുത്തതല്ല. പക്ഷെ അവൻ ഇറങ്ങിപ്പോയി. സാത്താൻ അവനെ പ്രേരിപ്പിച്ചു. അവൻ ഇരുട്ടിലേക്ക് പോയി എന്ന് ബൈബിളിൽ പറയുന്നതിൻ്റെ അർത്ഥം അന്ധകാരമാകുന്ന പിശാചിൻ്റെ ആ സമീപത്തേക്കാണ് അവൻ അങ്ങോട്ട് പോയത്. അവൻ ചെയ്ത കാര്യം നമുക്കറിയാം. പിന്നെ ഈ സാത്താൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരെയും വിഴുങ്ങണമെന്ന് അവൻ്റെ ആഗ്രഹം. കടുവായും സിംഹവും പുലിയൊക്കെ കയറി വന്ന നാട്ടിലുള്ളവരെയൊക്കെ വിഴുങ്ങിക്കൊണ്ട് പോകുന്നില്ലേ? ഈ സാത്താൻ്റെ ആഗ്രഹവും നമ്മളെയൊക്കെ അങ്ങ് വിഴുങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. 1 പത്രോസ് 5:8 പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണ്. അത് ചുറ്റി നടക്കുക, അന്വേഷിക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്, ആരെ വിഴുങ്ങാനാണ് ഇപ്പോൾ സൗകര്യം എന്ന് അന്വേഷിച്ച് അതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ അടുത്തോട്ട് വരണ്ട, കാരണം നമ്മുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവൻ പേടിച്ചങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, പക്ഷേ ഇവൻ കയറാൻ അനുവദിക്കരുത്. സാത്താനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു പ്രഭുവാണവൻ. ശക്തി കുറഞ്ഞായിട്ട് നിൽക്കുകയല്ല, പ്രഭുവായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. യോഹന്നാൻ്റെ സുവിശേഷം 12:31 യേശു കർത്താവ് പറയുകയാണ്, കാരണം യേശുവിനെ ഒറ്റുകൊടുത്ത് മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഈ ലോകം അങ്ങ് ഉണ്ടാക്കിയെടുത്തിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും.
യോഹന്നാൻ സുവിശേഷം 14:30 പറയുന്നു, യേശു കർത്താവ് സംസാരിക്കുകയാണ്, നിങ്ങളോട് ഇനി ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശുവിൻ്റെ മേൽ അധികാരമില്ല, പക്ഷേ ഈ ലോകത്തിൻ്റെ അധികാരി എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിന്മ ഇങ്ങനെ പെരുകുന്നത് എന്ന് നമുക്കിപ്പോഴും അറിയാം. കേരളം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാമല്ലോ എന്തുകൊണ്ട് തിന്മ പെരുകുന്നു. ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്ന ഇവൻ ചുറ്റി നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത് എന്നന്വേഷിച്ചുകൊണ്ട്. 2 കൊരിന്ത്യർ 4:4 പൗലോസ് നമ്മളോടൊരു കാര്യം വെളിപ്പെടുത്തി തരുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസിയായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതിയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ സാത്താൻ തന്നെ, അവൻ വന്ന് ചിലരുടെ ഹൃദയത്തെ മനസ്സിനെ അന്ധമാക്കും. ആരുടെ? അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കും. ചിലർ അവിശ്വാസികളാണ്, അവരുടെ ഹൃദയത്തെ അങ്ങ് അന്ധമാക്കുകയാണ് ഈ ദേവൻ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ, യേശു ക്രിസ്തു ആരാണെന്ന് നമുക്കറിയാമല്ലോ. പൗലോസ് പറയുക, അത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഹീസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായ ദൈവം ദൃശ്യമായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവനാണ് യേശു ക്രിസ്തു. ഇപ്പം ക്രിസ്മസിൻ്റെ ഈ ആഘോഷ സമയത്ത് നമ്മൾ പ്രത്യേകമെന്ന് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അദൃശ്യനായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, അവൻ്റെ വചനം നമുക്ക് വേണ്ടി ഇവിടെ വെച്ച് മാംസം ധരിച്ചു. ദൈവത്തിൻ്റെ ഇമേജാണ്. പൗലോസ് അങ്ങനെ പറയുന്നുണ്ട് കൊളോസ്സോസ് ലേഖനത്തിൽ. ഹീസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല, പക്ഷേ ഇതാ നമ്മുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നവൻ, അവൻ ദൈവമാണ്. ഹീസ് ദ ഇമേജ്. ആ ദൈവത്തിൻ്റെ, ആ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം. ആ സുവിശേഷം എന്താ നമുക്കറിയാം, അത് മഹത്വമേറിയ ഒരു കാര്യം തന്നെയാണ്. സുവിശേഷം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അവനെ രക്ഷകനായിട്ട് വിശ്വസിക്കുന്ന, സ്വീകരിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, രക്ഷയുണ്ട്, സ്വർഗ്ഗരാജ്യമുണ്ട്. ഇത് ആണ് സുവിശേഷം. ഇതാണ് അറിയിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ പ്രകാശം ഈ അവിശ്വാസികളായവർക്ക് ലഭിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സ് അന്ധമാക്കി. അന്ധമായതുകൊണ്ട് ഈ പ്രകാശം അവർ കാണത്തില്ല. സുവിശേഷം ഒരു പ്രകാശമാണ്, പക്ഷേ ഈ അന്ധനത് കാണത്തില്ല. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാലോ, ഒരു വിളക്ക് കത്തിച്ച് വെച്ചാലോ, ഒരു ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്ത് കത്തിക്കിടന്നാലോ അന്ധന് അത് കാണത്തില്ല. ഇതുപോലാണ് സുവിശേഷത്തിൻ്റെ മഹത്വമേറിയ ആ സുവിശേഷത്തിൻ്റെ പ്രകാശം ഈ മനുഷ്യൻ കാണുന്നില്ല. കാരണം അവൻ അന്ധനാണ്, അവൻ്റെ മനസ്സന്ധമാണ്. എങ്ങനെ അന്ധമായി? ആ അന്ധമാക്കിയത് ഈ ലോകത്തിൻ്റെ ദേവൻ അവൻ്റെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുക. അതുകൊണ്ടത് മനസ്സിലാകാത്ത ചില വിചാരിക്കും, എത്ര പ്രാവശ്യം ഞാൻ സുവിശേഷം അറിയിച്ചു, അവനത് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം അതാ, ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ പ്രകാശം അവന് കാണാനൊക്കുന്നില്ല. ഇതാണ് പറ്റുന്നത്. എഫേസ്യസ് ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. എഫേസ്യസുകാരോട് അവരുടെ പഴയ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് നിങ്ങൾ നടന്നത് എങ്ങനെയാണ്? അന്തരീക്ഷ ശക്തികളുടെ അതീശൻ, ഈ സാത്താൻ തന്നെ, അവനെ അനുസരിച്ചാണ് നടന്നത്. ഈ ലോകത്തിൻ്റെ ഗതിയാണ് നിങ്ങൾ പിന്തുടർന്നത്. ഈ ലോകത്തിൻ്റെ ഗതിയാണ് നമ്മൾ പലരും പിന്തുടരുന്നത്. അത് ഈ സാത്താൻ ചെയ്യുന്നൊരു വേലയാണ്. നമ്മൾ മാറി നിൽക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ ആൾക്കാരെ പോലെ ജീവിച്ചാൽ പോരാ.
ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിലായി ഒരു നവജീവിതം നയിക്കണം. ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളെ പോലെ നമ്മൾ ജീവിക്കണം. എഫെസോസുകാരോട് പറയാണ്, പണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ, ഈ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചല്ലയോ നിങ്ങൾ അന്ന് നടന്നിരുന്നത് എന്ന് ഓർത്തോണം. സാത്താന് ചില ശക്തികളൊക്കെ ഉണ്ട്. ശക്തിയില്ലാത്ത ഒന്നല്ല സാത്താൻ, പക്ഷെ നമ്മുടെ മേൽ ആ ശക്തി പ്രയോഗിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഈ സാത്താന് ഒരു അവകാശം, ഒരു ക്ലെയിമുണ്ട്, ഞാൻ ഈ ലോകത്തിൻ്റെ അധികാരിയാണെന്ന്. ഈ ലോകത്തിൻ്റെ മേൽ അധികാരം ഈ പിശാച് അവകാശപ്പെടുകയാണ്. യേശു മരുഭൂമിയിൽ വെച്ച് 40 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുമ്പോൾ പിശാച് വന്ന് യേശുവിനെ പരീക്ഷിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:6. പിശാച് അവനോട് പറഞ്ഞു, യേശുവിനോട് പറയുകയാണ്, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ലോകമൊക്കെ കാണിച്ചിട്ട് പറയുക, ഇതെല്ലാം അധികാരവും മഹത്വവും എല്ലാം ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. എനിക്ക് ആരോടാണോ ഇഷ്ടം അവർക്ക് ഞാനിത് കൊടുത്തേക്കാം. ഞാൻ വേണമെങ്കിൽ നിനക്കങ്ങ് തന്നേക്കാം. യേശുവിനോട് പറയുക. ഇതാണ് സാത്താൻ്റെ കാര്യം. ഈ പിശാച് വിശുദ്ധരോട് പോരാടുന്നുണ്ട്. വിശുദ്ധരാണെന്ന് വിചാരിച്ച് പോരാട്ടമില്ലെന്ന് വിചാരിക്കരുത്. വിശുദ്ധരോട് പോരാടുന്നവനാണ് ഈ പിശാച്. എഫേസസ് ലേഖനം 6:12 പറയുന്നു, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിലുള്ള തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈ ലോകത്തിൻ്റെ ഒരു യുദ്ധമല്ല. കുറച്ച് മനുഷ്യർ വന്ന് നമ്മളോട് യുദ്ധം ചെയ്യുന്ന ആ രീതിയല്ല. ഈ പൈശാചിക ശക്തിയോടാണ് നമ്മൾ, ആ ദുരാത്മാക്കളോടാണ് നമ്മൾ പോരാടുന്നത്. സാത്താന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത് ചെയ്യുന്നൊരു കാര്യം, നമുക്കൊക്കെ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ നമ്മളുടെ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് നമ്മളെ വേർതിരിക്കാനായിട്ട്, മാറ്റാനായിട്ട് പിശാച് ശ്രമിക്കും. 2 കൊരിന്ത്യർ 11:3. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്ത്യരോട് പറയുകയാണ്, പഴയൊരു ചരിത്രം നമ്മുടെ ബൈബിളിലുണ്ടല്ലോ. ഈ സർപ്പം വന്ന് ഹവ്വായെ ചതിച്ചു. ഇതുപോലെ ഇപ്പോൾ ഈ സർപ്പം വന്നിട്ട് കൊരിന്ത്യക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് നിങ്ങളെ വേർപെടുത്താൻ ഈ സാത്താന് തന്ത്രപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ശ്രദ്ധിച്ചോണം. കൊരിന്ത്യക്കാരോട് പറഞ്ഞത് അവർക്ക് മാത്രമല്ല, നമുക്കും അത് അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട, അവെയറായിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ ഇതിന് വേറൊരു സംഗീതമുണ്ട്. തന്ത്രത്തിൽ വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അത് വരും, ആഗതമാകുന്നു. 2 തെസ്സലോനിക്കർ 2:9-10. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. ഈ സാത്താൻ്റെ പ്രവർത്തനമേ, ഈ പ്രവർത്തനം കണ്ട് പലരും പല രീതിയിൽ തെറ്റിപ്പോകുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. കാര്യം ഈ സാത്താൻ ഓരോ അത്ഭുതങ്ങൾ കാണിക്കും, ശക്തികൾ കാണിക്കും, അടയാളങ്ങൾ കാണിക്കും. അപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ ആൾക്കാരങ്ങ് പോകും. നമ്മളെപ്പോഴും ഈ ബൈബിളാണ് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട. ഇതനുസരിച്ച് വേണം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ക്രമീകരിക്കാൻ. കാരണം സാത്താൻ വരും, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ അടയാളങ്ങൾ കാണിക്കും, അത്ഭുതങ്ങൾ കാണിക്കും. അത്ഭുതമൊക്കെ വരുമ്പോൾ
അത് ശരിയാന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ടങ്ങ് പോകും. ഈ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നവരവർ. അങ്ങനെ നമ്മൾ തെറ്റിപ്പോകരുത്. ബൈബിളിൽ പറയാത്ത കാര്യങ്ങളാണോ ഈ സാത്താൻ നമ്മളോട് നിർദ്ദേശിക്കുന്നെങ്കിൽ നമ്മളനുസരിക്കണ്ട. പുതിയ പുതിയ രീതികളിലും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഈ പിശാച് വന്ന് കാണിച്ചു തരും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. അത്ഭുതങ്ങൾ വേണേൽ കാണിച്ചു തരും. അതിലൊന്നും നമ്മൾ വീണ് പോകരുത്. സാത്താനെന്ന് വീഴുന്നതിനെക്കുറിച്ച്, സ്വർഗത്തിൽ നിന്ന് വീഴുന്നതിനെക്കുറിച്ച് യേശു കർത്താവ് ബൈബിളിൽ നമുക്കൊരു സൂചന തന്നിട്ടുണ്ട്. ദൈവരാജ്യം പ്രസംഗിക്കുവാൻ 72 ശിഷ്യന്മാരെ യേശു അയച്ചു. അവർ തിരിച്ചു വന്നപ്പോൾ വളരെ സന്തോഷം അവർക്ക്. അവർ സന്തോഷത്തോടുകൂടി യേശുവിനോട് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 17-18 വാക്യങ്ങൾ. കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവർക്ക് സന്തോഷം. പിശാചുക്കളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നു. പിശാചുകൾ പോലും ഞങ്ങൾ കീഴടങ്ങുന്നു. യേശു അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് ഞാൻ കണ്ടു. അതാണല്ലോ പിശാചിൻ്റെ ഉത്ഭവം. ഇടിമിന്നൽ പോലെ ലൂസിഫർ താഴെ വീണു. അത് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിച്ചു, പിശാച് ഇറങ്ങിപ്പോകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇതിനെക്കാട്ട് വലിയ കാര്യങ്ങൾ ഞാൻ കണ്ടു. നിങ്ങൾ അഹങ്കരിക്കരുത് എന്നിവിടെ കർത്താവ് സൂചിപ്പിക്കുകയാണ്. ഈ ഹവ്വായെ ചതിച്ച സർപ്പത്തെ ദൈവം ശപിക്കുന്നതായിട്ട് നമുക്ക് ഉൽപ്പത്തിയിൽ തന്നെ കാണാം. ഉൽപ്പത്തി 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞ് നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവൻ്റെ സന്തതിയും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സൂചനയൊക്കെ ഉണ്ട്. രക്ഷ അന്നേ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പാപം ഉണ്ടായപ്പോൾ തന്നെ രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം അവിടെ നടന്നു. സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നിൻ്റെ തല തകർക്കും എന്ന് ദൈവം അന്നേ അരുളി ചെയ്തിരിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ ജനനമാണല്ലോ നമ്മൾ ഈ മാസം ഡിസംബറിൽ ഓർക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവെ വരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 12-ാം അധ്യായം 9 ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. സർപ്പത്തിൻ്റെ രൂപത്തിലാണല്ലോ പിശാച് ഹവ്വായുടെ അടുത്ത് ചെന്നത്. അതുകൊണ്ടാണ് ഈ സാത്താനെ സർപ്പം എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഈ സാത്താനോട് എതിർത്ത് നിൽക്കണം. വന്നോട്ട് സാരമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, എതിർത്ത് നിൽക്കണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവീൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവീൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. ചെറുത്ത് നിൽക്കണം. പിശാച് ഓടിപ്പോകും, സംശയമൊന്നും വേണ്ട. പക്ഷേ വന്നോട്ടെ എന്ന് ഒരു സാവകാശം കൊടുത്ത് ചിന്തിച്ചാൽ അതിങ്ങ് വരും. ചെറുത്ത് നിൽക്കണം. സുഭാഷിതങ്ങൾ 4:14 പറയുന്നു, ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചലിക്കുകയുമരുത്. ഇത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടതാണ്. ദുഷ്ടരുടെ പാതയിൽ നമ്മൾ പ്രവേശിക്കരുത്. അപ്പോൾ അതിലെ പോയാലും കുഴപ്പമില്ല, ഞാൻ എന്നെ അങ്ങ് സംരക്ഷിച്ചോളും, ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. തെറ്റ് ചെയ്യാനുള്ള പ്രേരക ശക്തി അങ്ങനെ വരും. അതുകൊണ്ട് ദുഷ്ടരുടെ പാതയിൽ നിങ്ങൾ പ്രവേശിക്കരുത്. പാതയിൽ പ്രവേശിക്കുക പോലും വരുത്. ദുർജനങ്ങളുടെ മാർഗത്തിൽ ചലിക്കുകയും അരുത്. ദുർജനങ്ങൾ അവരുടെ പാതയിലാണോ നമ്മൾ ചരിക്കേണ്ടത്? അത് ചരിക്കരുത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു കർത്താവ് നമ്മളോട്
പ്രത്യേകം പറയുന്ന ചില കാര്യങ്ങളാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. നമ്മൾ മാറി നിൽക്കേണ്ട ചില മണ്ഡലങ്ങളാണ് പറഞ്ഞിരിക്കുന്ന സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. 3 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. മദ്യാസക്തി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെരുന്നാളുകളോ ഫെസ്റ്റിവലോ ഒക്കെ വരുമ്പോൾ അങ്ങ് മദ്യം എത്രയും അകത്തേ ഇല്ലാമെന്നാണ് പലരും വിചാരിക്കുന്നത്. അത് കുഴപ്പമാണ്. ജീവിത വ്യഗ്രത, നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക. എല്ലാ കാര്യങ്ങളും കർത്താവ്, ഒരു ചെറിയ കാര്യമാണെങ്കിലും കർത്താവ് അത് നടത്തി തരും. അവൻ നമ്മുടെ പിതാവ്, നമ്മൾ അവൻ്റെ മക്കൾ. മക്കളുടെ കാര്യത്തിൽ പിതാവ് ശ്രദ്ധിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാം നടത്തി തരും. ജീവിതത്തിൽ യാതൊരു വ്യഗ്രതയും ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് ഉണ്ടാകണ്ട. അങ്ങനെ ആയിരിക്കണം. ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. ഈ പരീക്ഷകൾ വരാനുള്ള ചില മൂല കാരണങ്ങളുണ്ട്. അതെന്താണെന്നൊക്കെ നമ്മളെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈ ലോകത്തിൻ്റെ ചില കെണികളുണ്ട്. അത് കള്ളദേവന്മാരുണ്ട്. പുറപ്പാട് 23:32-33 പറയുന്നു, അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. ഇസ്രായേൽക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അവർ നിൻ്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായി തീരും. മറ്റുള്ളവരുടെ കൂടെ താമസിച്ച് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കണ്ട് അവസാനം അവരുടെ ദേവന്മാരെ ആരാധിക്കേണ്ട ഗതികേട് നിനക്കുണ്ടാകും. അങ്ങനെ വേണ്ടാന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ നല്ലതാണെന്നും ശരിയാണെന്നും ചിന്തിച്ച് അതിലോട്ട് പോയി അതെല്ലാം ഇങ്ങനെ ആഗീകരിച്ച് നമ്മുടെ ആരാധനാക്രമത്തിലോട്ട് ഉൾപ്പെടുത്താനുള്ള ടെൻഡൻസി നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണുവാൻ സാധിക്കും. വേണ്ട എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു കെണി എന്ന് പറയുന്നത് പാപകരമായ ചില ഉടമ്പടികളുണ്ടാകും. പുറപ്പാടിൻ്റെ 34:12 പറയുന്നു, നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തീരും. അവരുമായിട്ട് ഉടമ്പടിയൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ വെള്ളി, പൊന്ന്, അതും നമുക്കൊരു കെണിയാണ്. നിയമാവർത്തനം 7:25 പറയുന്നു, അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. വിഗ്രഹത്തിലൊക്കെ ഇരിക്കുന്ന സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി ഇപ്പോഴും ഉണ്ടല്ലോ. ഇസ്രായേൽക്കാരോട് പറഞ്ഞതാ, നമ്മളും അത് ഓർത്തോണം. അതേലൊക്കെ വെച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും ഒന്നും നമ്മൾ ആഗ്രഹിക്കുക പോലും അരുത്. എടുത്തയച്ചൊരു രൂപയ്ക്ക് സമ്പാദിക്കാമല്ലോ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ അത് ആഗ്രഹിക്കുക പോലും അരുത്. മറ്റ് ജനങ്ങളുടെ ആചാരങ്ങളും ഈ വിഗ്രഹാരാധനയും അതും നമുക്കൊരു കെണിയാം. സങ്കീർത്തനം 106:35-36 പറയുന്നു, അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു, അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു, അതേ അവർക്ക് കെണിയായി തീർന്നു. അവരുടെ ആചാരങ്ങൾ അങ്ങ് ശീലിക്കുക. അവരുടെ വിഗ്രഹങ്ങൾ നമ്മുടെ ദൈവത്തെക്കാട്ടിൽ ശക്തിയുണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ മുമ്പിൽ പോയി നേർച്ചകളും ബലികളും ഒക്കെ അർപ്പിക്കുക. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാകും. നമ്മൾ ആൾക്കാർ, വിശ്വാസികളെന്ന് പറയുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിച്ചോണം. പിന്നെ നേർച്ചയെക്കുറിച്ച് നമ്മളൊരു കാര്യം പറയണം. ചിലർ പെട്ടെന്ന് ഓരോ നേർച്ച ഇടും. നേർച്ചയ്ക്ക് പിന്നെ ലംഘനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. സുഭാഷിതങ്ങൾ 20:25 പറയുന്നു, ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. പെട്ടെന്ന് ശരിയാണെന്ന് പറഞ്ഞ് നേർച്ച നേറും, ഞാൻ ഇതങ്ങ് തന്നേക്കാം, പിന്നീട് മനസ്സിലാകും അതൊരു കെണിയാണെന്ന്.
അപ്പം അങ്ങനെ സംഭവിക്കരുത്, ആലോചിച്ചൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ കോപശീലമുള്ളവരോട് നമ്മൾ കൂട്ടുകൂടരുത്. സുഭാഷിതങ്ങൾ 22:24-25 പറയുന്നു, കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. ഇത് ബൈബിൾ പറയുന്നതാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നീട് ഈ ധനവാന്മാരാകണം എന്നുള്ള ആഗ്രഹം, പണം ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാ പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. പണം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ്, കെണിയാണത്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും, അവിടെ കൊണ്ട് ലിമിറ്റ് ചെയ്യണം. 1 തിമോഥെയോസ് 6:9-10 വാക്യങ്ങളിൽ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിപതിക്കും. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹമാണ്. സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത്, മാതാപിതാക്കന്മാരെ കൊന്നിട്ട് അവരുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ മക്കളെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, അങ്ങനെയൊന്നും രക്ഷപ്പെടത്തില്ല, പിടിക്കപ്പെടും. ഇതിൻ്റെ എല്ലാം കാരണം ധനമോഹമാണ്. മാതാവെന്നോ പിതാവെന്നോ ചിന്തിക്കാതെ അവരെ കത്തികൊണ്ട് കുത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ആ പ്രേരകം ശക്തി എങ്ങനെ ഉണ്ടായി? ഈ ധനമോഹമാണ്. എനിക്ക് ഇന്ന് വൈകിട്ട് മദ്യപാനത്തിനുള്ള പണം തരണമെന്ന് മാതാവിനോട് പറയുമ്പോൾ, മോനെ കുടിക്കരുതേ എന്ന് പറയുന്ന മാതാവിനെ കൊന്നുകളയുന്ന ആ സ്ഥിതി വരെ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്, സത്യമാണ്. നമ്മളെ കെണിയിലേക്ക് ചായ്ക്കുന്ന മറ്റൊരു കാരണം മറ്റുള്ളവരുടെ വശീകരണമാണ്. 1 നിയമാവർത്തനം 13:6 പറയുന്നു, നിൻ്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്ക് നിൻ്റെ പിതാക്കന്മാർക്കും അജ്ഞാതമായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരും. മറ്റ് ദേവന്മാരെ സേവിക്കാൻ നമ്മളെ ആകർഷിക്കുന്ന, വശീകരിക്കുന്ന ശക്തികൾ ആരാണ്? സഹോദരനാകാം, മകനാകാം, മകളാകാം, സ്നേഹിക്കുന്ന ഭാര്യയാകാം, ആത്മസുഹൃത്താകാം. അങ്ങോട്ട് പോയി നമുക്കൊന്ന് ഒരു മന്ത്രം ചൊല്ലി ഇങ്ങ് പോരാം, നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമല്ലോ എന്നാണ് അവൻ നമ്മളെ വശപ്പെടുത്തുന്നത്. സുഭാഷിതങ്ങൾ 16:29 പറയുന്നു, അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20:30 പറയുന്നു, ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ഒരു സഭയോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ ചില ആൾക്കാരിങ്ങനെ വരും, വലിയ പ്രസംഗങ്ങളൊക്കെയാണ്. അവരെന്തോ പ്രസംഗിക്കുന്നത്? സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതങ്ങോട്ട് സെൻറ്റൻസ് അങ്ങോട്ട് പറഞ്ഞ് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കും. എന്നിട്ട് നമ്മളെ ആകർഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒന്നും തെറ്റിപ്പോകരുത്. റോമർ 16:18 പൗലോസ് പറയുന്നു, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. പണമുണ്ടാക്കണം, അതാ വയറിൻ്റെ കാര്യം പറഞ്ഞത്. പണമുണ്ടാക്കണം, എന്തെല്ലാം ഒക്കെ രുചികരങ്ങളായ കാര്യങ്ങളൊക്കെ കിട്ടും വാങ്ങിക്കാൻ. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ തടിച്ചും കൊഴുത്ത് ഇരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരെ മറ്റുള്ളവരെ ആകർഷിക്കത്തക്കവണ്ണം വചനങ്ങളെ വളച്ചൊടിച്ച് പ്രസംഗിക്കും. ആ പ്രസംഗം എല്ലാം അങ്ങ് ശരിയാണെന്ന് വിചാരിക്കരുത്. ശരിയാണോ തെറ്റാണോ നമ്മൾ പരിശോധിക്കേണ്ടത് ബൈബിളിലെ വാക്യം എന്ത് പറയുന്നു എന്ന് നോക്കിയാണ്. നമുക്ക് 4:28 പ്രവേശിക്കാം.
28-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, അവനില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. മോഷ്ടിക്കരുത് എന്നത് ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനയിലുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ ഒരാൾ ഒരു പാപം ചെയ്താൽ ആ പാപത്തെക്കുറിച്ച് അനുതപിക്കണം. ദൈവം അത് ക്ഷമിച്ചു തരും. അനുതപിക്കുന്നവർക്കെല്ലാം ദൈവം ക്ഷമിക്കുന്നുണ്ട്. ഒരിക്കലും ആ പാപം ആവർത്തിക്കരുത്. പാപങ്ങൾ ക്ഷമിച്ചവരോട് എല്ലാം യേശു കർത്താവ് അരുളി ചെയ്തത്, ഇനി മേലാൽ പാപം ചെയ്യരുത്. ഇത്രയും നാൾ ചെയ്തു, ക്ഷമിച്ചു. ഒരു താക്കീത് അവർ കൊടുക്കുകയാണ്, ഇനി മേലാൽ പാപം ചെയ്യരുത്. ക്ഷമിക്കുക എന്നുള്ളത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്നൊന്നും വിചാരിക്കരുത്. ഇനി മേലാൽ പാപം ചെയ്യാതിരിക്കാനുള്ള താക്കീതാണ് അതിൻ്റെ. ഇനി മേലാൽ പാപം ചെയ്യരുത്. 1 പത്രോസ് 4:10 പറയുന്നു, ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. ഇപ്പം ഈ വാക്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൈകൾ കൊണ്ട് അധ്വാനിക്കണം, അങ്ങനെ അധ്വാനിച്ച് നമ്മൾ സമ്പാദിക്കണം. എന്തിനാ? നമ്മൾ ധനവാന്മാരാകാനല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അധ്വാനിക്കണം, സമ്പാദിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ സ്വരൂപിച്ച് വെക്കാനല്ല. ആവശ്യക്കാരുണ്ട്, ദരിദ്രരുണ്ട്, അവരെ സഹായിക്കണം, അതിനാണ്. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ അതാണ്. നമുക്കൊത്തിരി ദാനങ്ങൾ ദൈവം തരുന്നിട്ടുണ്ട്. ആ ദാനങ്ങൾ നമുക്ക് ദൈവം തരുമ്പോൾ കൂട്ടിവെക്കാനല്ല, വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥന്മാരായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ മാനേജർ, കാര്യസ്ഥന്മാരെന്നേ ഉള്ളൂ. അത് നമ്മൾ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കണം. ആ ജോലിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ജോലി ചെയ്യാൻ പറയുന്നതും ആ ഉദ്ദേശത്തോടു കൂടിയാണ്. സുഭാഷിതങ്ങൾ 11:1 പറയുന്നു, കള്ളത്രാസ കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഒരു വെട്ടിക്കലും വേണ്ട. ന്യായമായ തൂക്കമാണെങ്കിൽ കർത്താവിന് സന്തോഷമാണ്. കൈകൊണ്ട് അധ്വാനിക്കണമെന്നാണ് പൗലോസ് ഇപ്പം നമ്മളോട് പറഞ്ഞത്. അത് സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. സമ്പാദിക്കുന്നത് തന്നെ എന്തിനാണ്? ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനാണ്. അതിൻ്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഭൗതിക വസ്തുക്കൾ പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കണം. ആ കാര്യത്തിൽ പൗലോസ് ഊന്നൽ നൽകി സുദൃഢമായിട്ട് പൗലോസ് അത് പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. റോമാലേഖനം 15:25-26 വാക്യങ്ങളിൽ പൗലോസ് ഒരു വാചകം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നിർധനരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്കദോനിയായിലും അക്കയായിലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം പൗലോസ് പ്രവർത്തന രംഗങ്ങളാണ്. ഈ മക്കദോനിയ, അക്കായിയ ഒക്കെ അവിടുത്തെ ആൾക്കാർ, വിശ്വാസികൾ ഒരു സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയാവോ? ജെറുസലേമിലെ വിശുദ്ധരിൽ നിർധനരായവരെ സഹായിക്കാൻ അവർ കളക്ഷൻ എടുത്തിരിക്കുക. പൗലോസിനെ ഏൽപ്പിച്ചു. ആ കളക്ഷൻ കൊണ്ട് പൗലോസ് ഇപ്പോൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. സുവിശേഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ, നിർധനരെ സഹായിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൗലോസ് ചെയ്യുന്നുണ്ട്. പൗലോസ് തന്നെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചാണ് ജീവിച്ചതെന്നൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൂടാരപ്പണി ചെയ്ത് പണമുണ്ടാക്കി സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ് പൗലോസ്. സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുന്നത് നാണക്കേടല്ല. 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. കർത്താവ് ദരിദ്രനായത് തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെ ഒന്നും ദാരിദ്ര്യത്തിൽ ഇട്ടേക്കത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടതൊക്കെ തരും. കർത്താവ് ദരിദ്രനായി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ വലിയ ചിലവിൽ അലങ്കരിച്ചൊക്കെ വെക്കുന്നെങ്കിലും സ്വർഗസ്ഥനായ ദൈവം
വചനമായ ദൈവം മനുഷ്യനായി ഒരു കുഞ്ഞായിട്ട് പിറന്നു വീണത് കാലിത്തൊഴുത്തിൽ ഒരു പശുവിൻ്റെ തീറ്റ കൊടുക്കുന്ന ആ കൂടത്തിൽ ഇങ്ങനെ പ്രസവിച്ച കുഞ്ഞിനെ അവിടെ കിടത്തി ഒരു പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞാണ്. ഒരു സത്രത്തിൽ പോലും പ്രസവിച്ച് വീഴാനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു കാലിത്തൊഴുത്തിന്. യേശുവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില ആൾക്കാർ ഞാൻ നിൻ്റെ കൂടെ അങ്ങ് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, ചിലർക്ക് കുറുനരികൾക്ക് മാളങ്ങളുണ്ട് കയറി രാത്രിയോ എപ്പോഴാണെന്ന് വെച്ചാൽ കിടന്നുറങ്ങാൻ. ഈ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, സൂര്യചന്ദ്ര നക്ഷത്ര ജാലങ്ങളെ വാരി വിതറി അവിടാത്ത സ്ഥാനങ്ങളിലാക്കിയവന്, അവൻ്റെ പ്രവൃത്തി തന്നെയായി ഈ ഭൂമിയും. ഈ ഭൂമിയിലേക്ക് അവൻ മനുഷ്യനായി വന്നപ്പോൾ കിടന്നുറങ്ങുവാൻ, അവന് തല ചായ്ക്കുവാൻ സ്ഥലമില്ല. വള്ളത്തിൽ ഒരിക്കൽ ഒരു തലേണി വെച്ച് കിടന്നുറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചതായിരിക്കും. ബാക്കി സമയങ്ങളിലൊക്കെ അവന് രാത്രിയിൽ പ്രാർത്ഥനയിലായിരുന്നിരിക്കണം. ഗതസമേന തോട്ടത്തിലൊക്കെ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, മറ്റ് മലകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മൾ ബൈബിളിൽ വായിക്കാറുണ്ട്. അവന് തലചായ്ക്കാൻ സ്ഥലമില്ല. അവന് ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകുന്നതിന് വേണ്ടിയാണ്. ഗലാത്യർ 2:10 പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഈ സന്ദർഭം എന്ന് പറയുന്നത് പൗലോസും ബാർണബാസും എല്ലാം കൂടെ, അപ്പോസ്തലന്മാരും എല്ലാം കൂടെ ജെറുസലേമിൽ വെച്ച് ഒരു സമ്മേളനം ഉണ്ടായി. സുന്നോദോസ് എന്ന് നമുക്ക് പറയാം. അവിടെ വെച്ച് അവരൊരു തീരുമാനമെടുത്തു. പരിച്ഛേദന കാര്യത്തെക്കുറിച്ചാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. സഭയ്ക്ക് അത് വേണമെന്നുള്ളതാണ്. അന്നേ അവർ തീരുമാനിച്ചൊരു കാര്യമാണ്. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. നമ്മൾ ആരാധനയൊക്കെ നടത്തുന്നു, ഒത്തിരി പണം ചെലവ് ചെയ്ത് ഓരോന്നൊക്കെ ഇങ്ങനെ കെട്ടിപ്പോകുന്നു. ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അന്നെടുത്ത തീരുമാനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ധനവാന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം, പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. സഭ അത് ശ്രദ്ധിച്ചോണം. യേശു അത് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളെപ്പറ്റി നമുക്ക് ചിന്ത വേണം. 2 കൊരിന്ത്യർ 11:22 അവർ ഭക്ഷണം കഴിക്കുന്നതിൽ ചില കുഴപ്പങ്ങളുണ്ടായപ്പോൾ പൗലോസ് അവരോട് ചോദിക്കുകയാണ്, എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. ഭക്ഷണ കാര്യത്തിൽ ഈ ധനവാന്മാരെ ആൾക്കാർ കൊണ്ടുവന്ന് അവരങ്ങ് ഭക്ഷിച്ചുകൊണ്ടിരിക്കും. പാവപ്പെട്ടവരൊന്നുമില്ലാതെ അപ്പുറത്ത് മാറി വിഷമിച്ച് അവർ കൊണ്ടുവന്നില്ല ബിസ്ക്കറ്റോ എല്ലാം എന്തോ അങ്ങനെ കടിച്ച് പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യത്യാസം കാണിക്കാനിടയായപ്പോൾ പൗലോസ് പറഞ്ഞാണ്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും വീടില്ലേ? നിങ്ങളിവിടെ വന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ സഭയെ അവഹേളിക്കുകയാണോ ചെയ്യുന്നത്? ദരിദ്രരോട് നമുക്ക് ഒരു ചിന്തയുണ്ടായിരിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നല്ല ഒരു പ്രസംഗം നൽകുന്നത് മറ്റുള്ളവർക്ക് കൃപ കൊടുക്കുവാനുള്ള ഒരു അവസരമാണ്. സാമ്പത്തികമായി സഹായിക്കുന്നത് കൂടാതെ ആത്മീയ തലത്തിൽ നമുക്ക് ഓരോന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല ഒരു പ്രസംഗം നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ഉപദേശങ്ങളും ചില സത്യങ്ങളും അവരെ മനസ്സിലാക്കുകയാണല്ലോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് കൃപ ലഭിക്കാൻ ഇടയാക്കും. അതിന് നല്ലൊരു അവസരമാണത്. അവിടെ മോശമായ ഭാഷ ഉപയോഗിക്കരുത്. നമ്മളെ കർത്താവ് തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ പ്രസംഗിക്കാൻ. നമ്മുടെ വാക്കുകളല്ല, കർത്താവ് തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നമ്മളങ്ങ് പറയണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മോശമായ യാതൊരു വാക്കുകളും നമ്മൾ ഉപയോഗിക്കരുത്. ഇവർക്കുടെ ഹൃദയത്തിലോട്ടങ്ങ് പതിയട്ടെന്ന് വിചാരിച്ച് കട്ടിയിൽ ചില വാക്കുകളൊക്കെ പറഞ്ഞങ്ങ്, പറയാൻ പാടില്ലാത്ത ചില വാക്കുകളൊക്കെ പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കും. അതൊന്നും പാടില്ല. കൈകൊണ്ട് അധ്വാനിക്കുന്നത് മോശമായ ഒരു കാര്യമോ താണതരമായൊരു തൊഴിലോ അല്ല. എല്ലാ ജോലിയും മാന്യമത്രേ. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 12:15, ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി
എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങളെന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? എനിക്കുള്ളതെല്ലാം ചെലവഴിച്ച ഞാൻ സുവിശേഷം അറിയിക്കും. പാപം ചെയ്യുന്നതിൻ്റെ ശിക്ഷയായി ദൈവം മനുഷ്യന് നൽകിയതാണ് അധ്വാനം എന്ന് ചിലരങ്ങ് കരുതുന്നുണ്ട്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെയാണ് അനുഗ്രഹിച്ചത്. ഉൽപ്പത്തി 1:28 സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഉൽപ്പത്തി 2:15 പറയുന്നു, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഇതെല്ലാം പറയുന്നത് പാപം ചെയ്യുന്നതിന് മുമ്പാണെന്ന് ഓർക്കണം. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. അപ്പം ജോലി ചെയ്യുക എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയൊന്നും അല്ല. അത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളാണ്. സുഭാഷിതങ്ങൾ 14:23 അധ്വാനമേതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. അധ്വാനം അഥവാ വേല ഭൗതിക തലത്തിൽ മാത്രമല്ല ആത്മീയ തലത്തിലും പ്രവർത്തിക്കണം. യോഹന്നാൻ സുവിശേഷം 6:27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവീൻ. അലസരായിരിക്കാതെ അധ്വാനശീലരായിരിക്കണം. സുഭാഷിതങ്ങൾ 18:9 മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. അലസതയുടെ ഫലം എന്താണെന്ന് ഈ സുഭാഷിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 24:34 ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെ പോലെയും നിന്നെ സമീപിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഒന്ന് വിഷമിക്കേണ്ട കാര്യം, കർത്താവ് അവരെയാണ് വിളിച്ചിരിക്കുന്നത്. വരുവീൻ വരുവീൻ എൻ്റെ അടുത്ത് വരുവീൻ എന്ന്. മത്തായിയുടെ സുവിശേഷം 11:28-29 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആര് വരാനാണ് പറഞ്ഞിരിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ്. സുഭാഷിതങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രബോധനം നൽകുന്നു. സുഭാഷിതങ്ങൾ 6:6-7-8 വാക്യങ്ങൾ. മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണം ശേഖരിച്ച് വയ്ക്കുന്നു. ഉറുമ്പിനെ കണ്ടുപിടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. സമയമാകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എഫേസ്യർ 4:26-27-28 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. കോപത്തിൽ നിന്നകന്ന് നിൽക്കണം. സാത്താനെ നമ്മളൊരു അവസരവും കൊടുക്കരുത്. മനുഷ്യരെ ആക്രമിക്കാൻ ഈ പിശാച് അവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് എന്ന് പ്രത്യേകം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിച്ചു. 143-ാമത്തെ എപ്പിസോഡിൽ എഫേസ്യർ 4:28 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവിനോട് കൂടുതലടുത്ത് ഒരു നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നടത്തട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.